പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഈ സ്ഥലം കാണാൻ എങ്ങനെയുണ്ട്? കണ്ണിന് കുളിർമയുള്ള നല്ല മനോഹരമായ സ്ഥലമാണ്. പച്ചപ്പെട്ട് വിരിച്ചതുപോലെയുള്ള പുല്ല്, ഉയർന്ന മരങ്ങളും വളരെ ബലഭൂഷ്ടിയുള്ള സ്ഥലമാണിത്. ഓസ്ട്രേലിയയിൽ അഡലൈഡ് എന്നൊരു പട്ടണം, അതിന്റെ ഒരു ഭാഗമാണ് ഇത്. ഈ സിറ്റി ഭംഗിയായി വെച്ചിരിക്കുന്നു, പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ണിന് കുളിർമയുണ്ടാക്കുന്ന വിധത്തിലുള്ള മരങ്ങളും ചെടികളും പുല്ലുകളുമെല്ലാം വളർത്തിയിരിക്കുന്നു. അതിനാൽ കാണാനും നടക്കാനുമൊക്കെ നല്ല രസം തോന്നുന്നുണ്ട്. ശരി, ഈ ദിവസം ദൈവം എന്നോട് എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണോ? ന്യായാധിപതികൾ 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ യഹോവ പറയുന്നു, പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. പരാക്രമശാലി, യഹോവ നിന്റെ കൂടെയുണ്ട്. ഇവിടെ ഗിദയോൻ എന്ന ഒരു യുവാവ്, അവൻ ഭയന്ന് കൊണ്ട്, അതായത് മിഥ്യാന്യർ എന്ന ശത്രുക്കൾക്ക് എതിരായി ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ചെയ്ത് ഇവരുടെ നാട്ടിലുള്ള സമ്പത്തുകളെല്ലാം എടുത്തുകൊണ്ടു പോകും. വയലുകളിൽ വിത്ത് വിതച്ച് വിളകൾ ഉൽപ്പാദിപ്പിച്ച് കൊയ്ത്തിനുള്ള സമയമാകുമ്പോൾ ശത്രുക്കൾ വരും. അവിടെയുള്ളവരെയെല്ലാം അടിച്ച് വിരട്ടി അനുഗ്രഹത്തെ മോഷ്ടിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് വയലുകളിൽ വിളവ് വളരുമ്പോൾ ഒരു ഭയം, മിഥ്യാന്യർ എന്ന ശത്രുക്കൾ വരും, നമ്മുടെ വയലിലെ വിളവുകൾ മോഷ്ടിച്ചുകൊണ്ടു പോകും എന്ന് ഭയപ്പെട്ട് ഈ ഗിദയോൻ ധൃതിപ്പെട്ട് വിളവുകൾ കൊയ്തെടുത്ത് ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ഭയം, ശത്രു വരുമോ എന്ന് പേടിച്ചു കൊയ്ത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ യഹോവയുടെ ഒരു ദൂതൻ വന്ന് അവനോട് സംസാരിക്കുന്നു. പരാക്രമശാലിയെ, യഹോവ നിന്റെ കൂടെയുണ്ട്. പരാക്രമശാലിയോ? ആരാണത് എന്ന് ചോദിച്ചു. ഞാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ശത്രുക്കൾ വരും, എന്നിട്ട് ഞങ്ങളുടെ വയലിലെ വിളവ് മുഴുവനും കൊണ്ടുപോകുമെന്ന് ഞാൻ പേടിച്ചുകൊണ്ടിരിക്കുന്നു. നീ ഭയപ്പെടുന്നുണ്ടാകും, പക്ഷേ നീ പരാക്രമശാലിയാണ്. എന്തിനാണ് ഭയപ്പെടുന്നത്? പരാക്രമശാലിയായിരിക്കുന്ന നീ എന്തിനാണ് ഭയപ്പെടുന്നത്? ഞാൻ പരാക്രമശാലിയാണോ? ഞാൻ ഭയന്ന് ഓടിയൊളിക്കുന്ന സ്ഥിതിയിലാണല്ലോ ഉള്ളത്. ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നല്ലോ, പിന്നെങ്ങനെ? നീ പരാക്രമശാലിയാണ്. ആരാണ് പറഞ്ഞത്? യഹോവ പറയുന്നു. കാരണം യഹോവ നിന്റെ കൂടെയുണ്ട്. യഹോവ കൂടെയുള്ളപ്പോൾ പരാക്രമശാലി തന്നെയാണല്ലോ. യഹോവ മഹാപരാക്രമശാലിയായ നിന്റെ കൂടെയുണ്ട് എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. യഹോവ മഹാപരാക്രമശാലിയാണ്. അവനെ ജയിക്കുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇപ്പോൾ നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എക്സാമിനെ കുറിച്ചുള്ള ഭയം, ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള ഭയം, ഭാവിയെക്കുറിച്ചുള്ള ഭയം, ഇനി എന്ത് നടക്കുമോ എന്ന പരിതസ്ഥിതിയെക്കുറിച്ചുള്ള ഭയം, ശത്രുക്കളെക്കുറിച്ചുള്ള ഭയം, മനസ്സിൽ ഭയം. പക്ഷേ യഹോവ പറയുന്നു, നീ പരാക്രമശാലിയാണ്. എന്റെ മകളെ, നീ പരാക്രമശാലിയാണ്. എന്താണ് ദൈവമേ പറയുന്നത്? ഞാൻ ഭയപ്പെട്ടുകൊണ്ടാണല്ലോ ജീവിക്കുന്നത്. ഭയം, അത് നിങ്ങളുടെ ബലഹീനതയാണ്. നീ എന്തിനു ഭയപ്പെടുന്നു? അതാണ് നമ്മുടെ അവിശ്വാസം. നീ പരാക്രമശാലി, യഹോവ നിന്റെ കൂടെയുണ്ടെന്നത് വിശ്വസിക്കൂ. നീ വിശ്വസിച്ചാൽ ഭയമില്ലാതാകും. നീ പരാക്രമശാലിയാണ്. ഇപ്പോൾ ഞാൻ പരാക്രമശാലിയാണെന്ന് എങ്ങനെ പറയാനാകും എന്ന് ചോദിച്ചാൽ, ഞാൻ ബലഹീനതയുള്ളവനാണ്, കുറവുള്ളവനാണ്, ഭയപ്പെടുന്നവനാണ് എന്ന് പറഞ്ഞാൽ യഹോവ കൂടെയുള്ളതുകൊണ്ട് പരാക്രമശാലി. അത്ര തന്നെ. എന്നെ ബലപ്പെടുത്തുന്ന ക്രിസ്തുവിലൂടെ ഞാൻ എല്ലാം ചെയ്യുമെന്ന് പൗൽ പറയുന്നുണ്ടല്ലോ. ഞാൻ ബലഹീനനാണ്, എന്നെക്കൊണ്ട് ചെയ്യാനാവില്ല. പക്ഷേ എന്നെ ബലപ്പെടുത്തുന്ന ക്രിസ്തു എന്റെ കൂടെയുണ്ട്, അതുകൊണ്ട് എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഞാൻ ബലഹീനൻ തന്നെയാണ്, ഭയപ്പെടുന്ന സ്വഭാവമുള്ളവനാണ്, പക്ഷേ പരാക്രമശാലിയാണ്, കാരണം യഹോവ എന്റെ കൂടെയുണ്ട്. ഞാൻ പരാക്രമശാലിയാണ് എന്ന് നിങ്ങൾ പറയണം എന്ന് യഹോവ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, എന്റെ മകനെ, നീ പരാക്രമശാലി. എന്റെ മകളെ, നീ പരാക്രമശാലി ആയിരിക്കുന്നു. അത് നീ വിശ്വസിക്കണം, കാരണം ഞാൻ നിന്റെ കൂടെയുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്തു പറയണം? യഹോവ തന്നെ എന്നോട് ഞാൻ പരാക്രമശാലിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സാത്താനേക്കാൾ പരാക്രമം എനിക്കുണ്ട്. എന്റെ ശത്രുക്കളെക്കാൾ ഞാൻ പരാക്രമശാലിയായിരിക്കുന്നു. സാത്താൻ എന്നെ തോൽപ്പിക്കാനാവില്ല. പരിതസ്ഥിതികൾക്ക് എന്നെ തോൽപ്പിക്കാനാവില്ല. ദുഷ്ടമനുഷ്യർക്ക് എന്നെ തോൽപ്പിക്കാനാവില്ല. കാരണം യഹോവ എന്റെ കൂടെയുണ്ട്. ഞാൻ പരാക്രമശാലി. ശത്രു വെള്ളം പോലെ വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. എനിക്ക് വിരോധമായി എന്തൊക്കെ ഉപായങ്ങൾ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം യഹോവ എന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു നോക്കൂ. ഇന്ന് തന്നെ നിങ്ങൾക്കൊരു പുതിയ ബലം ഉണ്ടാകും. നിങ്ങൾ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിൽക്കും. ശത്രുക്കൾ ചിതറി വീണ് കാണാതെ പോകുന്നതാണ്. ഗിദെയനെ കൊണ്ട് യഹോവ ശത്രുക്കളെ തോൽപ്പിച്ച് അവരെ വിജയിപ്പിച്ചു. നിങ്ങളെയും വിജയിപ്പിക്കും. നിങ്ങൾ പറയൂ, ദൈവമേ,
ഞാൻ ബലഹീനതയുള്ളവൻ, ബലഹീനതയുള്ളവൾ. ഞാൻ ഭയപ്പെടുന്നുണ്ട്, എന്നാലും അങ്ങയുടെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പരാക്രമശാലിയാണ്, അങ്ങ് എന്റെ കൂടെയുണ്ട്. പരാക്രമകാര്യങ്ങൾ ചെയ്യുന്ന യഹോവ എന്റെ കൂടെയുണ്ട്. ഞാൻ പരാക്രമശാലിയാണ്, ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും, ഞാൻ വിജയം വരിക്കും. പരാക്രമം നിറഞ്ഞ കാര്യങ്ങൾ നീ എന്നിലൂടെ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.